അതായത് രാജ്യത്തിന്റെ ഒരു പൊതുചിത്രം എന്ത് എന്നതാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ അറിയേണ്ടത്. പ്രത്യേകിച്ച് 543 ലോക്സഭാ സീറ്റുകൾ, അതിൽ ഒരു സീറ്റിലേക്ക് സൂറത്തിൽ നിന്ന് NDAയുടെ സ്ഥാനാർത്ഥി BJPയുടെ സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട പശ്ചാത്തലമുണ്ട്. മറ്റ് സീറ്റുകളിൽ ആരൊക്കെ വിജയിക്കുമെന്ന ആകാംക്ഷയിലാണ് രാജ്യം ഒന്നടങ്കം. അതോടൊപ്പം കേരളത്തിൽ നിന്നുള്ള 20 പേർ. കേരളത്തിൽ NDA അക്കൗണ്ട് തുറക്കുമോ എന്നതാണ് ഏറ്റവും ആകാംക്ഷയോടുകൂടി എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം എക്സിറ്റ് പോളുകൾ ആ വിധത്തിലുള്ള പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. NDA അക്കൗണ്ട് തുറക്കുമോ, LDF പിന്നിൽ പോകുമോ, അതോ 2004 ആവർത്തിക്കുമോ? 2019 ആവർത്തിക്കും എന്നുള്ള പ്രതീക്ഷ UDF ക്യാമ്പ് പങ്കുവെക്കുമ്പോൾ അതിനപ്പുറമുള്ള ഒരു പ്രകടനം LDF പ്രതീക്ഷിക്കുന്നു. 2020 എന്നാണ് പ്രചരണത്തിനുടനീളം UDF നേതാക്കൾ ഉന്നയിച്ച ഒരു പ്രധാന വാക്ക്. തീർച്ചയായും അവിടെ 2020 എന്ന് പറഞ്ഞത് കൊണ്ടാണ് 2020 യഥാർത്ഥത്തിൽ മത്സരിക്കുന്നുണ്ട്. 2020 2 മണ്ഡലങ്ങളിൽ പിടിക്കുന്ന വോട്ടുകൾ മറ്റുള്ളവരുടെ വിജയത്തിൽ നിർണായകമാകുമെന്നാണ് 2020യുടെ അവകാശവാദം. അങ്ങനെ പ്രാദേശിക കക്ഷികളും അതോടൊപ്പം തന്നെ പ്രാദേശിക പാർട്ടികളും പ്രാദേശിക വാദവും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമാപനം ആണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇനിയിപ്പോൾ വോട്ടെണ്ണലിന്റെ മണിക്കൂറുകളിലേക്ക് കടക്കുന്നു. രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. ആദ്യം എണ്ണി തുടങ്ങുക പോസ്റ്റൽ വോട്ടുകൾ ആയിരിക്കും. 8:30 അല്ലേ, 8:30 ആയിരിക്കും ഈ മെഷീനുകൾ, വോട്ടിംഗ് മെഷീനുകൾ എടുത്തുകൊണ്ടുള്ള ഒരു വോട്ടെണ്ണലിലേക്ക് കടക്കുക. ഈ പോസ്റ്റൽ വോട്ടുകളുടെ ആദ്യ ഫലസൂചന 8:10 നമുക്ക് പ്രതീക്ഷിക്കണം. തീർച്ചയായും 8:10 നമുക്ക്, കാരണം പോസ്റ്റൽ വോട്ടുകൾ അധികം ഉണ്ടായിട്ടില്ല. രാജ്യത്ത് തന്നെ പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണത്തിൽ കുറവുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് അവിടെയാണ് നമ്മൾ എടുത്തു പറയുന്നത്. ഈ പോസ്റ്റൽ വോട്ടുകളൊക്കെ എണ്ണുമ്പോൾ അവിടെയാണ് ഈ ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ കൗണ്ടിംഗ് ടേബിളിൽ നിന്നും നമ്മുടെ പ്രതിനിധികൾ, രാജ്യത്തെ 543 മണ്ഡലങ്ങളിലെ കൗണ്ടിംഗ് ടേബിളുകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകുന്ന ഇൻപുട്ടാണ് ഇനി പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നത്. അതോടൊപ്പം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. 8 മണിക്ക് തന്നെ കൗണ്ടിംഗ് ആരംഭിക്കും. എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പിലും തത്സമയം ഫലം അറിയാൻ കഴിയും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സോഫ്റ്റ്വെയറിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ഫലം ലഭിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. വോട്ടർ ടേൺ ഔട്ട് ആപ്പിന്റെ കാര്യം പറയുമ്പോൾ അത് ആധികാരികമായി വിജയം പ്രഖ്യാപിച്ചതിന് ശേഷം നമുക്ക് അതിനു മുമ്പ് ഫലം പ്രഖ്യാപിക്കാൻ സാധിക്കും. കാരണം നമ്മുടേത് മാത്രമായ ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. ഇതിനുവേണ്ടി മാത്രം വികസിപ്പിച്ചെടുത്ത സംവിധാനമാണ്. കാരണം ഓരോ സീറ്റിലെയും ഓരോ സ്ഥാനാർത്ഥിക്കും ഓരോ റൗണ്ടിലും ലഭിക്കുന്ന വോട്ടുകൾ രേഖപ്പെടുത്തുമ്പോൾ തന്നെ ആർക്കാണ് ഭൂരിപക്ഷം, രണ്ടാമത് ആരെത്തി നിൽക്കുന്നു എന്നത് ഉൾപ്പെടെയുള്ള ഡേറ്റകൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ലഭിക്കും. അതാണ് നമ്മുടെ തുറന്നു തുടങ്ങി. ഓൾറെഡി തുറന്നു തുടങ്ങി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനാധിപത്യ ഇതാണ് നമ്മുടെ ലേ ഔട്ട്. നമ്മൾ ഇങ്ങനെയായിരിക്കും സ്ക്രീനിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുക. അതായത് വളരെ കൃത്യമായി ഏറ്റവും മുകളിൽ കേരളത്തിന്റെ 20 സീറ്റുകളുടെ ഫലം വളരെ ഭംഗിയായി തെളിവോടുകൂടി മലയാളികൾ ഏറ്റവും കൂടുതൽ അറിയാൻ ആദ്യ മണിക്കൂറുകളിൽ ഇതൊക്കെ എന്താണ് തോന്നുന്നത്, ഒരു 10 മണി വരെയെങ്കിലും കേരളത്തിന്റെ ഒരു ട്രെൻഡ് ആയിരിക്കില്ലേ മലയാളികൾ പ്രതീക്ഷിക്കുക. ഉറപ്പായും മലയാളികൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഈ 20 സീറ്റുകൾ. അങ്ങനെയെങ്കിൽ അവർ ഞങ്ങളുടെ സ്ക്രീനിന് ഏറ്റവും മുകളിലേക്ക് നോക്കുക. അവിടെ ഒരു കൺഫ്യൂഷനും ഇട നൽകാത്ത തരത്തിൽ ആണ് ഇടത് വലത് മുന്നണികൾക്കൊപ്പം NDAയും ഇത്തവണ പിടിമുറുക്കുമോ എന്നറിയാൻ ഞങ്ങളുടെ സ്ക്രീനിന്റെ മുകൾ വശത്ത് രാജ്യം ആര് ഭരിക്കുമെന്നറിയാൻ താഴെ നോക്കുക. അതിൽ NDAക്ക് എത്ര, ഇന്ത്യ മുന്നണിക്ക് എത്ര, അതേഴ്സിന് എത്ര എന്ന് കൃത്യമായി നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഇന്ത്യ മുന്നണി സൂറത്തിലെ ഒരു വിജയം ഇപ്പോൾ തന്നെ അവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. NDA 1 എന്ന തരത്തിലേക്ക് അവിടെ എതിരാളികൾ ഇല്ലാതെയാണ് സൂറത്തിലെ BJP സ്ഥാനാർത്ഥി വിജയിച്ചത്. ആ ഒരു സീറ്റാണ് ഞങ്ങൾ അടയാളപ്പെടുത്തി കഴിഞ്ഞത്. അപ്പോൾ ഓരോ മണ്ഡലങ്ങളുടെ വിവരങ്ങൾ കേരളത്തിലെ തന്നെ മലപ്പുറം, വയനാട്, കോഴിക്കോട് എന്നിപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പോലെ മണ്ഡലം തിരിച്ചുള്ള ഒരു ടാലി വളരെ കൃത്യമായുണ്ട്, സ്പഷ്ടമായി. ഒപ്പം തന്നെ താഴെ നിങ്ങൾക്ക് ഇപ്പോൾ വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ 8:10 ആദ്യ ഫലസൂചന എന്നത്. അവിടെ കൃത്യമായിട്ടുള്ള ബ്രേക്കിംഗ് ന്യൂസുകളും പ്രേക്ഷകരിലേക്ക് വിവരങ്ങൾ അറിയാൻ ബിഗ് ഫൈറ്റ് നോക്കുക. രാജ്യം ചർച്ച ചെയ്ത, നമ്മൾ ചർച്ച ചെയ്ത ഓരോ സ്ഥാനാർത്ഥികളും എങ്ങനെ മുന്നേറുന്നു, പിന്നിലാണോ, എത്ര വോട്ടിന് മുന്നിൽ എന്നതറിയാൻ ബിഗ് ഫൈറ്റ് നോക്കുക. ഒരു ഡേറ്റ കൂടി നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നുണ്ട്. അത് സ്ക്രീനിന് ഇടതുഭാഗത്തായി ഏറ്റവും അറ്റത്ത് കാണുന്ന, അതായത്
നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത കൂടിയുണ്ട് രേണുക. അതായത് ഇന്ത്യയിൽ എവിടെ എന്ത് നടന്നാലും അതെ അതെ ഏറ്റവും രാഷ്ട്രീയ സാക്ഷരതയുള്ള ഒരു വിഭാഗമാണ്. പക്ഷേ ഈ ടെലിവിഷൻ ചാനലുകൾ പോലും സ്കൂളുകളിൽ പോകാത്ത കുട്ടികളുണ്ട്, ജോലിക്ക് പോകാതെ വീട്ടിൽ കൗണ്ടിംഗ് കുട്ടികൾ ഇത് ചിലപ്പോൾ ഒരു അവസരമാക്കി എടുത്തതായിരിക്കും. സാധാരണ മഴയാണ് അവധി നൽകാൻ. എന്റെ മകൾ പോയിട്ടുണ്ട്, പക്ഷെ പോകാതിരിക്കുന്ന കുട്ടികളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും സ്ക്രീനിന് ഇടതുഭാഗത്തായുള്ള കോളത്തിൽ നമ്മൾ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ ട്രെൻഡ് കൂടിയാണ് അറിയിക്കുന്നത്. ഇതാണ് ഞങ്ങൾക്ക് ആദ്യം ഞങ്ങളുടെ സ്ക്രീൻ പ്രേക്ഷകർ. ഇനി ഒരു കാര്യം എനിക്ക് പരിചയപ്പെടുത്താനുണ്ട്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴ പെണ്ണാണ്. പാട്ടറിയാലോ? ദക്ഷിണേന്ത്യ എന്നുള്ള രാജ്യം മുഴുവൻ തകർത്ത് വാരിയ പാട്ടാണ്. ആ പാട്ട് ഒരു വൈപ്പായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തും. അത് മുന്നിൽ പിന്നിൽ എന്നുള്ള തലത്തിൽ നമുക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്ന പോലെ ഏതൊക്കെ സ്ഥാനാർത്ഥി എവിടെ മുന്നിലാണ് എവിടെ പിന്നിലാണ് എന്നുള്ളത് വ്യക്തമാക്കും. ചിരിക്കുമ്പോൾ അവർ മുന്നിലായിരിക്കും, പാടുമ്പോൾ അവർ പിന്നിലായിരിക്കും. ഇനി അതിൽ കണ്ണൻ മംഗലത്തിന്റെ വരികൾക്ക് ഷൈജു അവരൻ സംഗീതം നൽകി അനു പുതിയടത്തും വിനീഷ് കല്ലേറ്റിങ്കരയും ചേർന്ന് പാടിയ ഹിറ്റ് ഗാനമാണ് കരിങ്കാളി. നമുക്കറിയാം ഒരു വർഷം മുമ്പ് റിലീസ് ചെയ്ത പാട്ട് ഏതാണ്ട് 43 മില്യൺ പേരാണ് യൂട്യൂബിൽ കണ്ടിരിക്കുന്നത്. അതെ, ആ പാട്ട് മാത്രം. പാട്ട് മുഴുവൻ കേൾക്കാൻ ഉറപ്പായിട്ടും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ജൈനീഷ് മണപ്പുള്ളിയുടെ ബ്ലാക്ക് ബ്രോ ഒഫീഷ്യൽ ചാനൽ സന്ദർശിക്കുക. അവർക്കാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള അതിന്റെ ക്രെഡിറ്റ് മുഴുവനും നൽകേണ്ടത്. പക്ഷേ നമ്മൾ ഒരു അല്പസമയത്തേക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തേക്ക് കരിങ്കാലിയല്ലേ തുടി കൊട്ടിയ പാടന്റെ പാട്ടിൽ അമ്മേ നീയടങ്ങ് കരിങ്കാലിയല്ലേ കൊടുങ്ങല്ലൊരു അങ്ങോട്ട് നമ്മുടെ വീഡിയോ വാൾ ഉൾപ്പെടെ ഉള്ള ഇടങ്ങളിൽ വിവരങ്ങൾ ലഭ്യമാകും. പ്രേക്ഷകരെ സംബന്ധിച്ച് അവർക്ക് സ്ക്രീനിലെ ഒറ്റ നോട്ടത്തിൽ നിന്ന് തന്നെ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ്, സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്താണ്. വളരെ പ്രധാനപ്പെട്ട ഡേറ്റ നമ്മുടെ മാജിക് വാൾ കൂടിയാണ്. അതായത് 2009, 2014 തെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട്, 2019 റിസൾട്ട്, അതിൽ തന്നെ ഓരോ സോണുകളും എങ്ങനെയാണ് ജനവിധി എഴുതിയത്, ഏതൊക്കെ മേഖലകളിൽ ആണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നേറ്റം നടത്താൻ സാധിച്ചത്. അങ്ങനെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ ഇന്നലകളുടെ ചരിത്രം ഇത്രമേൽ ആക്യുറേറ്റ് ആയി ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതുകൂടി കൃത്യമായി പ്രേക്ഷകരിലേക്ക് വിശകലന ഘട്ടങ്ങളിൽ പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിക്കാനും സാധിക്കും.